നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂവേഷനാണ്. നമ്മൾ 2-3 ആഴ്ചകളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭാവയാമി രഘുരാമം എന്ന രാഗമാലിക കൃതിയുടെ ഓരോ ഭാഗം പാടി അതിൻ്റെ അർത്ഥതലം വിവരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പാടിയ അർത്ഥം വിവരിക്കുന്ന ഭാഗം സുന്ദരകാന്ഡത്തിലെയാണ്. ഇത് പൂർവികല്യാണി രാഗത്തിലാണ് ഈ ഭാഗം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കതൊന്ന് പാടി നോക്കാം. വാനരോത്തമ സഹിത വായുസൂനു കരാർപ്പിത വാനരോത്തമ സഹിത വായുസൂനു കരാർപ്പിത വാനരോത്തമ സഹിത വായുസൂനു കരാർപ്പിത ഭാനുശതഭാസ്വര ഭവ്യ രത്നാംഗുലീയം ഭാനുശതഭാസ്വര ഭവ്യ രത്നാംഗുലീയം തേന പുനരാനീത ന്യൂനചൂടാമണിദർശനം തേന പുനരാനീത ന്യൂനചൂടാമണിദർശനം ശ്രീനിധിം ഉദധിധീര ശ്രുതവിഭീഷണമിളിതം ശ്രീനിധിം ഉദധിധീര ശ്രുതവിഭീഷണമിളിതം ഗാമഗരി സദസാരി ഗമപ ദപസാനി ദപമഗരി ഗമഗരി സദസാരി ഗമപ ദപസാനി ദപമഗരി ഗമപമപ ഗമരി ഗസാരി ഗ മപദപസ സഗരി സദരി സദ സദഗരി നിദമഗരി സദഭാവയാമി രഘുരാമം ഭവ്യ സുഗുണാരാമം ഭാവയാമി രഘുരാമം. ഇനി നമുക്ക് ഇതിൻ്റെ അർത്ഥതലം എന്താണ് എന്നൊന്ന് പരിശോധിക്കാം. വാനരോത്തമനായ സുഗ്രീവനോടുകൂടി ഇരിക്കുമ്പോൾ വായുപുത്രൻ്റെ പുത്രനായ ആഞ്ജനേയൻ്റെ കയ്യിൽ സൂര്യനെപ്പോലെ പ്രകാശിക്കുന്നതും നവരത്ന ഖചിതവും ഭംഗിയുള്ളതുമായ തൻ്റെ അങ്കുലിയത്തെ സീതാദേവിയെ കാണിക്കാൻ നൽകിയവനും ഹനുമാനാൽ തിരിച്ചു കൊടുക്കപ്പെട്ട ചൂടാമണിയെ ദർശിച്ചും സമുദ്രതീരത്തിൽ അഭയം പ്രാപിച്ച വിഭീഷണനെ ഭക്തനായി സ്വീകരിച്ചവനും ശ്രീദേവിക്ക് ഇരിപ്പിടവുമായ ശ്രീരാമചന്ദ്രസ്വാമിയെ ഞാൻ ഭജിക്കുന്നു എന്നാണ് മുകളിൽ പാടിയ ശ്ലോകത്തിൻ്റെ അർത്ഥതലം. ഇനി അടുത്ത ഒരു കാണ്ഡം കൂടിയുണ്ട്, 6ാമത്തെ കാണ്ഡം. അത് യുദ്ധകാന്ഡമാണ്. ആ ഭാഗം അടുത്ത ആഴ്ച പാടി അതിൻ്റെ അർത്ഥം വിവരിക്കുന്നതാണ്. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ നമസ്കാരം.